പുള്ളിക്കാരിയെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ദൈവത്തെ പോലെയാണ് ആരാധിക്കുന്നത്. ദേവിയായിട്ടാണ് ഞാൻ കാണുന്നത്. പുള്ളിക്കാരി വലിയ ടോപ്പും അല്ല ലോവും അല്ല. ധാരാളം പടം, നോവൽ പോലുള്ള പടമൊക്കെ ജയറാമനച്ചെടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നല്ലൊരു പടം. പേടിക്കാൻ അത്രയ്ക്കൊന്നുമില്ല, എന്നാലും നല്ല മൂവിയാണ്. അങ്ങനെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് അമിത് ചക്കാലക്കൽ, മോക്ഷ, വിനയ് ഫോർട്ട് എന്നിവ പ്രധാന വേഷം വരുന്ന മലയാള ചിത്രം ചിത്തിനി ഇന്ന് റിലീസാണ്. സിനിമയാണെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചേക്കാം. കൂടാതെ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിത്തിനി ഒരു ആവറേജ് പടമാണ്. വലിയ ടോപ്പും അല്ല ലോവും അല്ല, ആവറേജ് കണ്ടിരിക്കുക. കാണുന്നവർക്ക് ഒരു നഷ്ടം വരില്ല. മീഡിയം. പേടിക്കത്തൊക്കെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികം ചിലപ്പോൾ പറ്റിയെന്ന് വരാം. നല്ല ഫിലിമായിരുന്നു. ഹൊറർ സിനിമയാണ്, പക്ഷെ ആ ഫീല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ഫിലിമാണ്, നല്ല ഇഷ്ടപ്പെട്ടു. അതും എല്ലാം കൂടിയിട്ട് എന്നാലും ഹൊററാണ് കൂടുതൽ മുമ്പിട്ട് നിൽക്കുന്നത്. പക്ഷേ നല്ല അഭിനയവും കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു ഫിലിം കണ്ട മൂടുണ്ട്. നല്ല ഫിലിമാണ്. നല്ലൊരു ഡ്രാമ ഹൊറർ ത്രില്ലിംഗ് മൂവിയാണ്. കള്ളനും ഭഗവതി എന്ന സിനിമയ്ക്ക് ശേഷം ഭഗവതി മോക്ഷാതിഥി മെയിൻ റോളായിട്ട് അഭിനയിക്കുന്ന ഒരു മൂവിയാണ്. ഇതിനു വേണ്ടിയിട്ട് ഈ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റിലും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എടുത്തു പറയേണ്ട മോക്ഷാതിഥിയുടെ പെർഫോമൻസും എല്ലാം. എന്ന് വെച്ചാൽ കള്ളനും ഭഗവതി എന്ന സിനിമയ്ക്ക് ശേഷം നമ്മൾ ഒരു ഡിവൈൻ ഫാൻറ്റസിയിലോട്ട് കൊണ്ടുപോകുന്നൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഡിവൈൻ ഫാൻറ്റസിയിലോട്ട് പേടിക്കാനൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്തൊക്കെ പേടിക്കാനൊക്കെ ഉണ്ട്. ഒരു സീൻസ്. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഈ ചിത്തിനിക്ക് എന്താണ് സംഭവിച്ചത്, അങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത്. അത്ര ത്രില്ലിംഗ് മൂവിയാണ്. പിന്നെ ഇതിൽ എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ദൈവികമായിട്ടുള്ള ഒരു ഇതും കൂടെ ചേർത്താണ് ഈസ്റ്റ് വിജയൻ സാർ എടുത്തേക്കുന്നത്. സോങ്സ് കാര്യങ്ങളൊക്കെ ടി എക്സ്പീരിയൻസ് ആണ്. എല്ലാം BGM, ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ഈ ഡിവൈൻ മ്യൂസിക് എന്ന് വെച്ചാൽ ദൈവികമായിട്ടുള്ള ഡിവോഷണൽ മ്യൂസിക് ആയാലും എല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും. പിന്നെ മോക്ഷാതിഥിയുടെ അഭിനയം പറയാതിരിക്കാൻ വയ്യ. പുള്ളിക്കാരിന് വേണ്ടി ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. പുള്ളിക്കാരിയുടെ ഒരു ഫൈറ്റ് സീനും ഒരു ഡാൻസും എല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തിയേറ്റർ തന്നെ പോയി കാണുക. മോക്ഷാതിഥിയുടെ ഫാനാണ്. മോക്ഷാതിഥിയുടെ ഫാനാണ്. ഞാൻ പുള്ളിക്കാരിയെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ദൈവത്തെ പോലെയാണ് ആരാധിക്കുന്നത്. ദേവിയായിട്ടാണ് ഞാൻ കാണുന്നത്. പുള്ളിക്കാരി ആദ്യമായിട്ട് കള്ളനും ഭഗവതി എന്ന സിനിമയിൽ വന്ന സമയത്ത് തൊട്ട് പുള്ളിക്കാരി എനിക്കറിയാം. അങ്ങനെ പുള്ളിക്കാരി രണ്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി ആൾ ഫ്രണ്ട്ലിയാണ്, പാവമാണ്. അപ്പോഴാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. കുഴപ്പമില്ല. നോർമൽ പടം പോലെ. അത്ര പേടിക്കുമെന്ന് വെച്ചാൽ അത്യാവശ്യം ഇടയ്ക്കുള്ള സൗണ്ട് എഫക്റ്റ് അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല. കൊള്ളാം, നല്ല പടം. അത്യാവശ്യം പേടിക്കാനുണ്ട്, അത്യാവശ്യം സെൻറ്റിമെൻ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പടം, കൊള്ളാം, നല്ല പടം. ചിത്തിനി കൊറൽ സിനിമയുടെ ഒരു മോഡൽ പോലും ഉണ്ടോ? കൊറൽ സിനിമയുടെ മോഡൽ കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല, കണ്ടോണ്ടിരിക്കാം. ചെറുതായിട്ടൊക്കെ കോമഡി ഉണ്ട്, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. നന്നായിട്ടുണ്ട്. ഫൈൻ, ഗുഡ്. നല്ല ഒരു രീതിയിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഇതിനു മുമ്പും ധാരാളം പടം, നോവൽ പോലുള്ള പടമൊക്കെ ജയറാമനച്ചെടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നല്ലൊരു പടം. പുതുമുഖം നടി സുധീഷ്, ജോണി ആന്റണി, അമിത് ചക്കാലക്കൽ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യസ്ത പടം, നന്നായിട്ടുണ്ട്. ഫൈൻ. കണ്ടിരിക്കാൻ അതെ. എന്ത് കേട്ടില്ല? നന്നായിട്ടുണ്ടായിരുന്നു. പേടിക്കാൻ അത്രയ്ക്കൊന്നുമില്ല, എന്നാലും നല്ല മൂവിയായിരുന്നു. കണ്ടിരിക്കാൻ കൊള്ളാം. നല്ല പടമായിരുന്നു. എടുത്ത് പറയാൻ നല്ല, എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തു. വേറെ പറയാനില്ല. ഉണ്ട്. നല്ല ഇതാണ്. ഫോട്ടോഗ്രാഫിയും എല്ലാം, കൊറിയോഗ്രാഫിയും എല്ലാം വളരെ നല്ലതായിരുന്നു. ഫസ്റ്റിലത്തെ പാട്ട് എല്ലാം സൂപ്പറാണ്. നല്ല മൂവിയായിരുന്നു. വളരെ നല്ല മൂവിയായിരുന്നു.